ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് സത്യം പറഞ്ഞൊരു നല്ല സിനിമ എനിക്ക് മിസ്സായിരുന്നു തിയേറ്ററിൽ നിന്ന്. ഞാൻ ഇന്നലെ ഹൃദയഹാരിയായ പ്രണയകഥ, സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ അല്ല അതിനല്ല പേര് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കൊരു കൺഫ്യൂഷൻ. ഈ പടം ഞാൻ ഇന്നലെയാണ് കാണുന്നത്, സെക്കൻഡ് ഷോ ആണ് പടം കാണുന്നത്. ഈ പടം ഞാൻ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ 2 ദിവസം കൂടി വൈകി കഴിഞ്ഞ് ഈ പടം കാണാൻ പറ്റില്ല. പിന്നെ അടുത്ത ആഴ്ച ഒരുപാട് പടങ്ങൾ വരാനുണ്ട്. അപ്പോൾ 2 ഡേയ്സും കൂടി വൈകി കഴിഞ്ഞ് വെച്ച് എനിക്ക് ഈ പടം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കില്ലേ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക. പക്ഷെ എനിക്ക് ഈ പടം കണ്ട സമയത്ത് എനിക്ക് വളരെ എന്താ പറയുക, ഡിഫറെൻറ്റ് ജോണുള്ള ഒരു മൂവിയാണ്. മലയാളത്തിൽ ഇപ്പം അങ്ങനെ ഒരുപാട് മൂവികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, പണ്ട് ദേവദൂതനെ പോലത്തെ പടങ്ങൾ, അതുപോലെ ചന്ദ്രോത്സവം, ഗുരു ഒക്കെ ലാലേണ്ട പടങ്ങളുണ്ട്. ഒന്ന് ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തിട്ടില്ല, പൊട്ടിപ്പോയ പടങ്ങളാണ്. ഈ പടങ്ങളൊക്കെ കണ്ട് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തുള്ള ആൾ. പിന്നെ ഇപ്പം എല്ലാവരും കേട്ടോ, ഒരുപാട് ആളുകൾ പടത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമായ പടങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോഴും ആ പടം കാണുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ദേവദൂതൻ, സിബി, മറ്റേ ചന്ദ്രോത്സവം പോലത്തെ പടങ്ങളൊക്കെ. ഇപ്പം അടുത്ത് ലാസ്റ്റ് ടോവിനോൻ്റെ ഒരു പടം വന്നിരുന്നു, ഒരു 3-4 years ബിഫോർ, ഗപ്പി എന്നൊരു മൂവി. ആ പടം തിയേറ്ററിൽ ഭയങ്കര പരാജയമായിരുന്ന പടം. അതിൻ്റെ ടിക്കറ്റ് കമൻറ്റ് ചെയ്യാൻ ഓർക്കുന്നു, എന്നൊരു കമൻസിൻ്റെ ഇടയിട്ട് മറ്റേ ടോവിനോ കമൻറ്റ്, പൈസ പോയി എന്ന് പറഞ്ഞാൽ പ്ലീസ് യുവർ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് ടോവിനോ കമൻറ്റ് ഇതൊക്കെ ഞാൻ ഓർക്കുന്നു. അപ്പോൾ പടങ്ങൾ ഓരോരുത്തർക്കും ഓരോ ജോണറുകൾ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന ആളുകൾ തന്നെ ഫേമസ് റിവ്യൂവേഴ്സ് ഇഷ്ടപ്പെടാത്ത പല പടങ്ങളും ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടാത്ത പടങ്ങൾ ഇവിടെ വലിയ ബ്ലോക്ക് ബസ്റ്റർ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റാണ്. അവർ കാണുന്ന സമയം, അവർ മൈൻഡ് സെറ്റ് ഒക്കെ വെച്ചിട്ടാവും ചിലപ്പോൾ ആ പടം ഇഷ്ടപ്പെടുക. നല്ല ഫ്രീ ടൈം, നല്ല ഹാപ്പി മൂഡ് ഇരിക്കുന്ന സമയത്ത് ഒരു ഗുരുവായൂരം പറയാൻ നല്ല പടം ഫുൾ ടൈം എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നി. എനിക്ക് ഹാഫ് ടൈം പറഞ്ഞാൽ നല്ല രണ്ട് രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ട പടം കേട്ടോ. അപ്പോൾ പടം ചിലപ്പോൾ അങ്ങനെ തോന്നും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മൂഡാണ്. അപ്പോൾ ഞാൻ ഈ പടം എൻ്റെ ഫ്രണ്ട്സിൻ്റെ മറ്റുള്ള കൂട്ടുകാരന്മാർ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന ചേട്ടന്മാരെയൊക്കെ വാക്ക് കേട്ട് പടത്തിന് കയറിയിരുന്നില്ലായിരുന്നെങ്കിൽ എനിക്കൊരു നല്ല ഫിലിം നഷ്ടപ്പെട്ടായിരുന്നു. ഡിഫറെന്റ് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച്, പൊളിറ്റിക്സും ഒരു നാടിന്റെ കൾച്ചർ ബേസുള്ള കാര്യങ്ങളും ആർട്സും നാടകമൊക്കെ സംസാരിച്ച പ്രണയം ഒരു ഗംഭീര മൂവിയാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ ഹൃദയഹാരിയായ പ്രണയകഥ, സുരേഷിന്റെയും സുമലതയുടെയും പ്രണയകഥ. രാജേഷ് മാധവൻ ഇതിന്റെ പെർഫോമൻസിൽ എടുത്തു പറയേണ്ടതാണ്. രാജേഷ് മാധവന്റെ ഗംഭീര പെർഫോമൻസ് എനിക്ക് കാണാൻ പറ്റി. ചിത്ര നായർ, ഇവർ തമ്മിലുള്ള പ്രണയം, സുരേഷിന് സുമലത, പിന്നെ കുഞ്ചാക്കോ ബോബൻ ഒരു ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്. സുധീഷ് രക്ഷയിലാണ് ചെയ്തിട്ടുണ്ട്. സുധീഷിന്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആളൊരു അഭിനയം, ഫ്ലെക്സിബിലിറ്റി, ആ ഭാഷ കൈകാര്യം ചെയ്യുന്ന രീതി, പയ്യന്നൂരാണ് ഈ പടം നടക്കുന്നവരെ ആ ഭാഷ കൈകാര്യം ചെയ്യുന്ന രീതി ഒക്കെ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ഇതിന് ഡയറക്ടർ പടം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശരണ്യ രാമചന്ദ്രൻ, ജിനു ജോസഫ്, പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ആ നാട്ടിലുള്ള ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. അവരൊക്കെ തകർത്ത് പെർഫോം ചെയ്തിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഈ പടം കണ്ടിട്ട് 1 മിനിറ്റ് പോലും പുരട്ടി തോന്നില്ല കേട്ടോ. 1-2 ക്ലീഷ സീനുകൾ, ക്ലീഷ എന്ന് പറയാൻ പറ്റില്ല. ഈ പടത്തിന്റെ പേരെഴുതി കാണിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ചട്ടുമാണെങ്കിൽ ഇത് രതീഷ് പൊതുവാൾ ഫിലിമാണ്, അതുപോലെ കുഞ്ചാക്കോ ബോബൻ ഫിലിമിന്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പടം തുടങ്ങുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്ത് കണ്ടോ. പിന്നെ എടുത്തു പറയേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് മ്യൂസിക്, ഡോൺ വിൻസെന്റ്, പിന്നെ നമ്മുടെ ചേട്ടൻ VFS ചെയ്തുള്ള ചേട്ടൻ, അതുപോലെ അയാൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ പേര് നോക്കട്ടെ, ഒരു രക്ഷയിലാണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സിനിമാറ്റോഗ്രാഫി സബിൻ, എഡിറ്റർ രാകേഷ് തോമസ്, ഇവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണം. 2 കാലഘട്ടങ്ങളിൽ പടം കാണിക്കുന്നുണ്ട്. വെച്ചാൽ കാലഘട്ടം കൊണ്ടുവന്ന രീതി, പയ്യന്നൂരിൽ ഓരോ കാലഘട്ടം പടങ്ങൾ ഓരോ ജനറേഷൻ കാണിക്കുമ്പോൾ 2013 കാണിക്കുമ്പോൾ നീലാകാശം പച്ചക്കട ചുവന്ന ഇതിന്റെ പോസ്റ്റ് കാണിക്കുന്നുണ്ട്. മോഹൻലാൽ 20 നൂറ്റാണ്ട് പോസ്റ്റ് കാണിക്കുന്നുണ്ട്. അതൊക്കെ രസമായിട്ടുണ്ട്. ബീഡിത്തിരിപ്പ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. കണ്ണൂരിന്റെ ഭാഷയും അവരെ കൾച്ചർ, രാഷ്ട്രീയം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ശരീരം തളർന്നൊരു ചേട്ടുണ്ട്, ആളാണ് എല്ലാത്തിനും മീഡിയേറ്റർ. ആളെ പടത്തിലെ പേര് ഞാൻ ഓർക്കണം. ആള് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, നമ്മള് ചെറിയൊരു മുനിസിപ്പാലിറ്റിയിൽ രണ്ട് മതക്കാർ തമ്മിൽ, മതക്കാരെന്ന് വെച്ചാൽ ഒരു മതക്കാർ തന്നെയാണ് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നായർ, ഒരാൾ വേറൊരു ഹിന്ദുസിൽ തന്നെ മറ്റൊരാൾ തമ്മിൽ നമ്മൾ വഴക്ക് കൂടുന്ന സമയത്ത് നമ്മളാണ് ഇസ്രായേലും പാലസ്തീനും ഒക്കെ കുറ്റം പറയുന്നത്. ഒരു മുനിസിപ്പാലിറ്റി നടക്കുന്ന കാര്യമാണ് ഇതെന്ന്. അപ്പൊ അതൊക്കെ ഭയങ്കര അർത്ഥവത്തായിട്ടാണ് പറയുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയം
ഇന്ത്യയിൽ നടക്കുന്ന രാഷ്ട്രീയം, കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളൊക്കെ അതിൽ അപ്ഡേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അത് പല രീതിയിൽ എടുത്തു കാണിക്കുന്നു. ഈ നാടകത്തിലെ കുറെ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ ജനറേഷനിൽ കൊണ്ടുവന്ന രീതികൾ ഈ കാലഘട്ടം പറയുന്ന സബ്ജക്റ്റില് പണ്ടുള്ള ഒരു നാടകമാണ് ഇവർ ചെയ്യുന്നത്. പക്ഷെ നാടകത്തിൽ ഈ കാലഘട്ടത്തിൽ കൊണ്ടുവരുന്ന കുറെ സബ്ജക്റ്റുകളുണ്ട്. അതൊക്കെ ഗംഭീരമാണ്, അതിഗംഭീരമാണ്. ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഇല്ലാതുണ്ടെങ്കിൽ ഭയങ്കര, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇപ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയ പടമാണെന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ പ്രണയം പറഞ്ഞ രീതി കാര്യങ്ങളൊക്കെ രസമായിട്ടുണ്ട്. ഭയങ്കര ടച്ചായിട്ട് പ്രണയം പറഞ്ഞിട്ടുണ്ട്. പ്രണയത്തിൽ പല സംഭവങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്യും. പാട്ട് പാടാൻ ശ്രമിക്കും, അറിയില്ലെങ്കിലും പല എന്താ പറയുക, നാടകത്തിൽ അഭിനയിക്കാൻ ശ്രമിക്കും, നാടകം എഴുതാൻ ശ്രമിക്കും, അവർ ഫാമിലി ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കാൻ. പിന്നെ അവരെ ഇപ്പോൾ പെൺകുട്ടിയുടെ വീട്ടിൽ കൂടുതൽ കലാകാരന്മാരൊക്കെ ഉള്ള നമുക്ക് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഗംഭീര എഫേർട്ട് തന്നെ ഇടും. അപ്പോൾ ആ രീതിയിൽ ഗംഭീര എഫേർട്ട് ഇടുന്നൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒക്കെ രസമായിട്ടുണ്ട്. കാലഘട്ടം കൊണ്ടുവന്ന രീതി, അവിടുത്തെ പൊളിറ്റിക്സ് പറഞ്ഞ രീതി, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള വലിയൊരു സിനിമയാണ്. ഒരു ചെറിയ സിനിമയാണ്, പക്ഷെ വലിയ സബ്ജക്റ്റുകൾ ഈ പടത്തിൽ പറയുന്നുണ്ട്. ഒരു രക്ഷയില്ലാണ്ട് എടുത്തിട്ടുള്ളത്. നമ്മുടെ പൊതുവാൾജി വേറെ സംഭവമാണ്. നമുക്ക് നാന്താം കേസുകൂട് എന്നുള്ള പടം നമ്മൾ കണ്ടുള്ളതാണ്. അതിൽ 2 ക്യാരക്ടറാണ്, സുമലതി സുരേഷനും. പിന്നെ കുഞ്ചഭവനെ കൊണ്ടുവന്ന രീതി, ആ ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്. അത് ഭയങ്കര ഫീൽ കിട്ടുന്ന ഒരു സീനാണ്. അത് ഓർമ്മയുണ്ടോന്നൊക്കെ ചോദിക്കുന്ന സീനുണ്ട്. പറയുന്നില്ല, ഞാൻ ക്ലീഷയായി പോകും. നിങ്ങൾ ഈ പടം OTT കണ്ടാലും നമുക്ക് ഈ പടം എൻജോയ് ചെയ്യാൻ പറ്റും, സംഭവം ശരിയാണ്. പക്ഷെ അത് തിയേറ്ററിൽ കാണേണ്ട കുറെ സാധനങ്ങളുണ്ട്. നാടകത്തിന്റെ സെറ്റ് ഇട്ടുള്ളത്, അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കടന്നു പോകുന്ന രീതികൾ, ക്ലൈമാക്സിൽ 1-2 സീനുകളൊക്കെ ഗംഭീരമാണ്. പിന്നെ നമ്മള് നായകന്റെ രാജേഷ് മാധവന്റെ ഫ്ലെക്സിബിലിറ്റിയിലുള്ള കോമഡികളൊക്കെ നല്ല വർക്കാവുന്നുണ്ട്. സുധീഷിന്റെ കോമഡികള്. പിന്നെ കുറെ ചേട്ടന്മാരുണ്ട്. ഇവരും കുറഞ്ഞൊരു ഇരില്ലാത്തൊരു ചേട്ടൻ, കുറെ ക്യാരക്ടറായിട്ടുള്ള ഒരുപാട് ആളുകൾ. അപ്പോൾ അവിടുത്തെ ആളുകൾ നാടകമൊക്കെ ആയിട്ട് സിനി ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ തോന്നുന്നു. അവരുടെ പെർഫോമൻസ് എടുത്തു പറഞ്ഞിട്ട്, പെർഫോമൻസിന്റെ ആളെ പോലും കുറ്റം. ഒരുപാട് അമ്മമാര്, ചേച്ചിമാര് ഗംഭീരാണ്. അതുപോലെ ജിനുവിന്റെ ക്യാരക്ടറൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജിനു ഒരു ഡിഫറെന്റ് ആയിട്ടൊരു സംഭവം അടുത്ത കാലത്ത് പിടിച്ചില്ല. പിന്നെ എടുത്തു പറഞ്ഞ ശരണ്യ രാമചന്ദ്രൻ. പിന്നെ 1000 കണ്ണുമഴ പാട്ട് സീനിന്റെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലൈമാക്സിൽ കൊണ്ടുപോകാന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. ഞാൻ ഈ പടം കണ്ടില്ലെങ്കിൽ തിയേറ്ററിലെ എക്സ്പീരിയൻസ് എനിക്ക് തീരെ നഷ്ടമായിട്ടെന്ന് തന്നെ തോന്നുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായമാണെന്നില്ല കേട്ടോ. ഇത് ചിലരൊക്കെ, ഞാൻ തിയേറ്ററിലെ സമയത്ത് ഇന്നലെ കുറെ പേര് അനാവശ്യ കമന്റ്സുകൾ ഇടുന്നു, കുറെ പേര് എൻജോയ് ചെയ്ത് കാണുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടു. കാരണം ഈ പടത്തിന്റെ ജോണർ ഇതാണെന്ന് അറിഞ്ഞിട്ടുള്ളൂ എന്നുള്ള ആളുകളാണ് അവര്. അപ്പോൾ എന്തായാലും എനിക്കിത് ഭയങ്കര ഫീൽ ചെയ്തിട്ടൊരു പടമാണ്. എൻ്റെ അഭിപ്രായം ആവില്ല നിങ്ങളുടെ. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ മുകേഷ്. അപ്പോൾ ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, എൻ്റെ മാത്രം. ബൈ.